പ്രസിദ്ധനായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്പേർട്ട് ജോൺ ഗോട്ട്മാൻ തൻ്റെ പുസ്തകത്തിൽ 7 പ്രിൻസിപ്പിൾസ് ദാറ്റ് മേക്സ് മാരേജ് വർക്ക് എന്നതിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആവശ്യം വേണ്ടുന്ന ഒരു റിപ്പയർ അറ്റംപ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് പോകുന്നത്. ഒരു എക്സാമ്പിൾ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതിൽ ഷീന ആൻഡ് മിഥുൻ എന്ന് പറയുന്ന 2 ആൾക്കാരാണ് നിൽക്കുക. ഈ ഷീനയും മിഥുനും വളരെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. ആ ആർഗ്യുമെൻറ്റുകൾ വളരെയധികം കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ പുറമേ നിന്നൊരാൾ കേൾക്കുകയാണെങ്കിൽ ഈ ആർഗ്യുമെൻ്റ് വലിയൊരു അടിയിലും അവരുടെ പിരിയലിലുമേ കലാശിക്കുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഷീന ആ വഴക്കിനിടയിൽ ശക്തിമാൻ കൈവയ്ക്കുന്ന പോലെ അവളുടെ 4 വയസ്സുള്ള മോൻ അരയിൽ കൈ വയ്ക്കുന്ന പോലെ കൈ വെച്ചിട്ട് ഒരു പോസ്റ്റർ കാണിക്കാനായിട്ട് തുടങ്ങാം. അത് കണ്ടതോടു കൂടിയിട്ട് മിഥുന് കാര്യം മനസ്സിലാവുകയും ഷീന അതിനുശേഷം കാണിക്കാൻ പോകുന്ന പോസ്റ്റർ, അതിനുശേഷം ഷീന കാണിക്കാൻ പോകുന്നത് നാവ് പുറത്തേക്കിട്ടിട്ട് അവൾ ദേഷ്യം കാണിക്കുന്ന രീതിയാണ് അവിടെ ഉണ്ടാവുക. അത് മനസ്സിലാക്കിയ മിഥുൻ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള പോസ്റ്ററെ സ്വയം ഇടുകയും അവിടെ ഇത് കണ്ടതോടു കൂടിയിട്ട് ഷീനയും മിഥുനും തമ്മിൽ വലിയ രീതിയിൽ ചിരിച്ച് ആ പ്രശ്നഭരിതമായിരുന്ന സിറ്റുവേഷനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സംഭവിക്കുന്ന ഈ കാര്യമാണ് റിപ്പയർ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അതെ, ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ വലിയൊരു ആർഗ്യുമെൻറ്റേറ്റീവ് രീതിയിൽ പോകുമ്പോഴും അതിനെ സരളമായി എടുത്തിട്ട് ആ ആർഗ്യുമെൻറ്റേറ്റീവ് അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അത് മനസ്സിലാക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ കപ്പിൾസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തങ്ങളെ കളിയാക്കാനായി എൻ്റെ പാർട്ട്ണർ ഇത് ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് വേദനിക്കാനും സാധ്യതയുണ്ട്. സോ ഇത് വളരെയധികം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓവർ റൈഡ് ഉള്ള, അതായത് വളരെ പോസിറ്റിവിറ്റി തുളുമ്പി നിൽക്കുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ചെയ്താൽ നന്നായിരിക്കുന്നതാണ്. സോ അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇതിനെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ റിപ്പയർ അറ്റംപ്റ്റിനെ കുറിച്ച് സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.